ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം തരം പ്രാഥമിക ഘട്ട പരീക്ഷ ഫൈനൽ സ്റ്റേജ്, അതായത് 4ാമത്തെ ഘട്ട പരീക്ഷയും ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. മൊത്തത്തിൽ ഈ ഒരു ചോദ്യപേപ്പർ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മേഖല തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, യൂട്യൂബിൽ ഒരുപാട് പേര് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മേഖലയിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് ഒരല്പം കൂടാൻ വേണ്ടി ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും നോർമലൈസേഷൻ വരുമ്പോൾ 1ഉം 2ഉം ഘട്ടക്കാർക്കൊക്കെ തീർച്ചയായിട്ടും വെയിറ്റേജ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. 44ാം വയലാർ അവാർഡ് നേടിയത് ആരാണ്? ഏഴാഞ്ചേരി രാമചന്ദ്രനാണ്. നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതിയാണ്. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥ ആണിത്? പുതുശ്ശേരി രാമചന്ദ്രൻ, പി രാമചന്ദ്രൻ്റെ കൃതിയാണ് അത്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആരാണ്? വി മധുസൂദനൻ നായരാണ്. മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി ഏതാണ്? അച്ഛൻ പിറന്ന വീടാണ്. ഓപ്ഷൻ ഡി, അച്ഛൻ പിറന്ന വീട്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. ഓപ്ഷൻ എ. 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? ഗോൽക്കൊണ്ട, ആന്ധ്രാപ്രദേശിലാണ്. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ഋഷി സുനാക്കാണ്. ഏതിൻ്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധീകരിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? 82.5 ഡിഗ്രി 30 മിനിറ്റ് പൂർവാംശ രേഖയാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ. 12ാമത്തെ ചോദ്യം. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരവല്ലിയാണ്. ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടിയാണ്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്ന പേര്? കൂടുതൽ മാശാവ വൃഷ്ടിപ്രദേശം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമ്മൾ പറഞ്ഞിരുന്നു. സിന്ധു നദീനെ പറ്റി മാത്രമേ ഈ ഒരു എക്സാമിൽ ചോദ്യം ചോദിച്ചുള്ളൂ. ഏതാണ്? സിന്ധുവിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള രവി നദി. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? മാർച്ച് മുതൽ മെയ് വരെ. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാരാണ്. 1857 കലാപം അറിയപ്പെടുന്ന പേര് എന്താണ്? ശിപായി ലഹള. കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. നമ്മൾ പറഞ്ഞിരുന്നു ഇദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹത്തെ പറ്റി മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? നെഹ്റുവാണ്, ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അതും നെഹ്റു തന്നെയാണ്. നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്രയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? KR നാരായണൻ. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഡോക്ടർ S രാധാകൃഷ്ണൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? പാർട്ട് 3. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ഉള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമ അവകാശമാണ്. അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. എല്ലാ ചോദ്യപേപ്പറിലും ഉണ്ട്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ.
ഏത് അനുച്ഛേദം പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുവാനുള്ള അധികാരം ഉള്ളത്? ആർട്ടിക്കിൾ 352. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. കേരളത്തിൻ്റെ വിസ്തീർണം ഡാഷ് ചതുരശ്ര കിലോമീറ്ററാണ്, 38,863. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കിയിലെ ചിന്നാർ. കേരളത്തിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഡിസംബർ ഫെബ്രുവരി മാസത്തിൽ. പക്ഷിപ്പാതാളം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വയനാട്. കേരളത്തിലെ ആദ്യത്തെ കാർ ഫാക്ടറിയായ ഡാറസ്മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷമാണ്? AD 1859. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? മാക്സിമം പവർ 780 മെഗാവാട്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. കേരളത്തിൽ കൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊച്ചി ടോണ്ടി പോയിന്റ്. അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ്? 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യ വൈകുണ്ഠർ അഥവാ വൈകുണ്ഠ സ്വാമി. അക്കാമ ചെറിയൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? R പാർവതി ദേവി. ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ഏതാണ്? 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ദക്ഷിണ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുവിനെ പറ്റി. ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം സംഘടിതം. അതുപോലെ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? 1809 ജാനുവരി 11. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്? 1859 ജൂലൈ 26. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ഇതൊരിക്കലൊന്ന് ചോദിച്ച ചോദ്യമാണ്, പ്രിലിംസിന് തന്നെ. ഇതിൻ്റെ ആൻസർ വൃക്കയാണ്. പലയിടത്തും പാൻക്രിയാസ് എന്ന് കണ്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെത്താനൊന്ന് നോക്കി ഉറപ്പിക്കുക. വൃക്ക തന്നെയാണ്. പാൻക്രിയാസിന് വെയിറ്റ് കൂടുതലാണ്. പാൻക്രിയാസ് അല്ല അവയവം. അതെന്താണ്? ഒരു ഗ്ലാൻഡാണ്. അതുപോലെ ശ്വാസകോശം എന്ന് പറഞ്ഞാൽ അത് അവയവമാണ്, പക്ഷെ എന്താണ്? അതിന് വെയിറ്റ് കൂടുതലാണ്. കരളും വെയിറ്റ് കൂടുതലാണ്. ഒന്ന് നോക്കി ഉറപ്പിക്കുക. പലയിടത്തും കണ്ടു, ഒരുപാടിടത്ത് പാൻക്രിയാസ് എന്നും അതുപോലെ തന്നെ ശ്വാസകോശം എന്നൊക്കെ കണ്ടു, പക്ഷേ വൃക്കയാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. PSCയുടെ കീ വരട്ടെ. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവേയാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? മെഡുല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം അതും സെറിബലം തന്നെയാണ്. പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് മയോളജി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം വൈറ്റമിൻ C ആണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിനാണ്. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചത് എന്നാണ്? നമ്മൾ പറഞ്ഞിരുന്നത് നോക്കിയിട്ട് പോകാവൂ എന്നുള്ള കാര്യം. 25 ഓഗസ്റ്റ് 2015 ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? DDT ആണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം അറിയപ്പെടുന്ന പേര് ഇലക്ട്രോൺ. തോറിയത്തിൻ്റെ അയിര് ഏതാണ്? മോണോസൈറ്റ് ആണ്. മാസ് നമ്പർ 2 ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഡ്യൂറ്റീരിയം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ, ഫസ്റ്റ് നൈട്രജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ലവണം ആണ് സോപ്പ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ജൂൾ. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനം സമചലനം. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കുവാൻ പ്രയോഗിക്കുന്ന ശക്തി അറിയപ്പെടുന്ന പേര് ആക്കം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം വോയേജർ
1. ഇനിയിപ്പോൾ മാത്സിലെ ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12ൻ്റെ ഗുണിതം ഏതാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ചോദ്യം വായിക്കുന്നില്ല, ആൻസർ ജസ്റ്റ് മാർക്ക് ചെയ്ത് പോകാമേ. 82ാമത്തെ ചോദ്യം ഇതിൻ്റെ ആൻസർ. അതുപോലെ 83ാമത്തെ ചോദ്യം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 84 ഓപ്ഷൻ എ തന്നെ. 85ാമത്തെ ചോദ്യം 86 87 88 89 90 91 92ന് ആൻസർ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. 93 94 ഓപ്ഷൻ എ. 95 സുനീതി. 96 ആക്ഷൻ. 97 അർജൻറ്റീന. 98 പൂൾ. 99 45. 100ാമത്തെ ചോദ്യം 11. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ചോദ്യങ്ങൾ വന്നത്. ഒരു പക്ഷേ കട്ട് ഓഫ് ഒരല്പം കൂടിയേക്കാൻ വേണ്ട ചാൻസ് ഉണ്ട്. PSC തീരുമാനിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. ഇപ്പോൾ അവർ ഇതേവരെ ഒരു ക്ലാരിറ്റിയോ ഒന്നും ഇല്ലല്ലോ, എന്താണ് നോർമലൈസേഷൻ ഇക്വേഷനോ എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു ക്ലാരിറ്റിയോ വ്യക്തതയോ ഒന്നുമില്ല. അപ്പം അവർ തീരുമാനിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.